ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ, നോമ്പൊക്കെ തീരാറായില്ലേ? എല്ലാവരും പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം എന്നും ബീഫും ചിക്കനൊക്കെ അല്ലേ കറി വെക്കുന്നതൊക്കെ. അപ്പോൾ ചിക്കനിൽ വ്യത്യസ്തമായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനൊരു തന്തൂരി ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കിയാലോ? അതിനായിട്ടൊരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ സ്പെഷ്യലായിട്ട് 1 ടീസ്പൂൺ തന്തൂരി മസാലയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കി വന്ന മസാല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കടൽ വെച്ച് ഓയിൽ ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ പാനിൽ നിന്നും ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി അതേ ഓയിലിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്തൂരി മസാലയും കൂടെ ചേർത്ത് മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ മസാല പുരട്ടിയ പാത്രത്തിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചേർത്ത് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ സമയത്ത് കുറച്ച് കസൂരി മേത്തി ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നും ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവട്ടെ ഈ കറി. അതുപോലെ തന്നെ തന്തൂരി മസാല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.